ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. നമ്മുടെ ഒരു കസിൻ ചേച്ചിയുടെ കല്യാണമാണ്. സത്യം പറഞ്ഞാൽ കല്യാണം അല്ല, കല്യാണ തലേന്നാണ്. നമ്മുടെ കല്യാണ തലേന്ന് ഒരു മധുരം വെപ്പ് ചടങ്ങ് പോലെ നമ്മൾ നടത്തും. അപ്പോൾ അങ്ങനെ ആ മധുരം വെപ്പ് ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പള്ളിയുണ്ട്. പള്ളിയിൽ ഇന്ന് പെരുന്നാളാണ്. അങ്ങനെ പള്ളിയിൽ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് SRP കാണിക്കുന്നത്. പടക്കം പൊട്ടണത് അത് പേടിക്കണതാണ്, അതിനെ പിടിക്കണതാണ്, എന്താണെന്നറിയാമല്ലോ, എന്തൊക്കെ ഒരു എക്സ്പ്രഷൻ SRP കാണിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ ജാസ്മിൻ എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. പക്ഷെ നമ്മളിവിടെ വീട്ടിൽ വിളിക്കുന്ന ചിന്നു എന്നാണ്. അപ്പം ചിന്നു ചേച്ചിയുടെ മധുരം വെപ്പാണ്. ഇതാണ് നമ്മുടെ ചിന്നു ചേച്ചി. അപ്പോൾ ചേച്ചീനെ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയാണ്. അവസാനം ചേച്ചി ഹായൊക്കെ തന്ന് മനസ്സിലായി വീഡിയോ എടുക്കണതാണ് ഞാൻ പറ്റിച്ചതാണെന്ന്. പിന്നെ ഇങ്ങനെ ആൻറ്റിമാരെല്ലാവരും കൂടെയൊക്കെ ഇരിക്കുവാണ്. കുറച്ചധികം ആൻറ്റിമാർ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. അങ്ങനെ പിന്നെ മധുരം വെപ്പിന് മുന്നേ പ്രാർത്ഥനയൊക്കെ നടന്ന് എല്ലാവരും എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് അതേ സ്റ്റേജിൽ കയറി ചേച്ചി കുരിശ് വരച്ച് ഈ ചേച്ചിയുടെ രണ്ട് സൈഡിൽ നിൽക്കുന്നത് തലതൊട്ടപ്പനും തലതൊട്ടപ്പനും പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ വിളിച്ച് ചോദിക്കും മധുരം കൊടുത്തോട്ടെ, അങ്ങനെ 3 വട്ടം ചോദിക്കും. അങ്ങനെ ചോദിച്ച് ആദ്യത്തെ 2 വട്ടം മറ്റേ കേട്ടില്ല അങ്ങനെ എന്ത് പറയും. അത് കഴിഞ്ഞ് പിന്നെ 3ാമത്തെ വട്ടം കൊടുത്തോന്ന് പറയും. അപ്പോൾ അതേ പരഞ്ഞപ്പനും പരഞ്ഞമ്മയൊക്കെ ചേച്ചിക്ക് മധുരം കൊടുത്ത് കഴിഞ്ഞിട്ട് അതേ ചേച്ചിയുടെ ഫാമിലി, അതായത് അപ്പനും അമ്മയും അമ്മുമ്മയും അനിയനും എല്ലാവരും കൂടി ചേച്ചിക്ക് മധുരം കൊടുക്കുകയാണ്. ഈ അമ്മുമ്മക്ക് ശരിക്കും 104-105 വയസ്സുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അതെ അമ്മുമ്മ മധുരം കൊടുത്തു, അപ്പം മധുരം കൊടുത്തു, അമ്മ മധുരം കൊടുത്തു, അനിയൻ മധുരം കൊടുത്തു, എല്ലാവരും കൊടുത്തു. എന്നിട്ട് അതേ ലാസ്റ്റ് എല്ലാവരും കൂടി അമ്മുമ്മക്ക് മധുരം കൊടുക്കുകയാണ്. അപ്പോൾ അമ്മുമ്മക്ക് കൽക്കണ്ടം അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൽക്കണ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കൽക്കണ്ടം അമ്മമ്മയുടെ വായ വെച്ച് എല്ലാവരും കൂടി കൊടുക്കുവാണ്. അപ്പോൾ അത് അമ്മുമ്മയും ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് എസാപ്പി ബഹളം വെച്ചിട്ട് അങ്കിള് എസാപ്പിനെ വിളിച്ചിട്ട് മധുരം കൊടുക്കാനായിട്ട് പോയി. ശരിക്കും എസാപ്പി മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല. എസാപ്പിയുടെ ഉദ്ദേശം പൈനാപ്പിൾ ആയിരുന്നു. പക്ഷെ ആളുടെ ഉദ്ദേശം നടന്നില്ല. അതിനായിരുന്നു ഈ ബഹളം മൊത്തം കാണിച്ചത്. ലാസ്റ്റ് ഇത് എസാപ്പിയും ചേട്ടൻ ചേച്ചിയും കൂടി ചിന്തി ചേച്ചിക്ക് മധുരം കൊടുക്കാൻ വേണ്ടി കയറി. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് എസാപ്പിയുടെ നോട്ടം അങ്ങോട്ടാണെന്ന് മനസ്സിലായി ചിന്തി ചേച്ചി അവിടെ നിന്ന് ചെറിയെടുത്ത് എസാപ്പിക്ക് കൊടുത്തു. അങ്ങനെയാണ് പിന്നെ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കൊച്ചു നിന്നത്. പിന്നെ ചേച്ചിയും ചേട്ടനും കൂടി ചിന്തി ചേച്ചിക്ക് മധുരമൊക്കെ കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി. ചിന്നു ചേച്ചിയുടെ സൈഡിലിരിക്കുന്ന ചേട്ടൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇരിക്കണം കേട്ടാ. പിന്നെ അത് റെന്നി ആൻറ്റിയുടെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ റെന്നി ആൻറ്റി ഹായ് പറഞ്ഞു, അമ്മയുടെ ഹായ് പറയുമ്പോൾ അമ്മയെ ഹായ് പറഞ്ഞു. എസാപ്പിയുടെ ഹായ് പറയേണ്ട ആവശ്യമില്ല. എസാപ്പി ഇപ്പം തന്നെ കൈയൊക്കെ പൊക്കി. പിന്നെ അതേ അമ്മുമ്മയും അച്ഛനും സിസ്റ്ററൊക്കെ കൂടി വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യമൊക്കെ അമ്മുമ്മയുടെ ഇങ്ങനെ അച്ഛൻ പറയുകയാണ്. അപ്പം അമ്മുമ്മ അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ 2 കുരുപ്പുകളുണ്ട്. അപ്പം ആദ്യത്തെ കുരുപ്പ് തേന്ന് ചിക്കൻ കാലൊക്കെ കടിച്ച് പറിച്ച് കഴിക്കുകയാണ്. അപ്പം എസാപ്പി അപ്പുറത്തിരിപ്പുണ്ട്. എസാപ്പിക്ക് ചിക്കനേക്കാൾ കുറച്ചും കൂടി മീനാണ് ഇഷ്ടം. അപ്പോൾ എസാപ്പി മീനും കൂട്ടി ചോറ് കഴിക്കണം. ഈ കൊച്ച് ചിക്കനും കൂട്ടി ചോറ് കഴിക്കണം. ചിക്കൻ്റെ കാല് തന്നെ പിടിച്ചിട്ട് കടിച്ച് പറിച്ചാണ് ആള് കഴിക്കണത്. അങ്ങനെ അത് അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എസാപ്പിക്ക് ചെറി വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സൂപ്പർ എന്ന് പറയാൻ അറിയാൻ മേലാത്തതുകൊണ്ട് കുറേ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് പുള്ളിക്കാരി. തരുവാന്നൊക്കെ ചോദിച്ചപ്പോൾ നോ 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 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ വാങ്ങിക്കാനൊക്കെ പോയിട്ടൊന്നും തരണില്ല. അങ്ങനെ തുള്ളലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീട് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തുള്ളലിനൊന്നും നിന്നില്ല. നമ്മൾ നേരത്തെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.